കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ, എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ല്, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ? തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ ആണിമിരിക്കുന്ന പോലെ നോക്കണേ. ഓശാരൊന്നല്ലല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ? അയ്യടാ അമ്മ, ഞാൻ പോണ്ടാ. അമ്മേ, നീ ആരോടാ ഈ സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ, നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ? അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്തേ പോലെ? അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട്. അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത്. കുമാര, അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർഷിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദല. ആ, സൗന്ദല. അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളിവിടെ വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ ഈ മോണ്ടയ്ക്ക് കുത്ത കുത്തിണ്ടില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോനെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരൻ ഇതുവരെ എത്തിയില്ലേടാ? ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറെന്ന് പറഞ്ഞേക്ക്. ആ കാരണം കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ വരണ്ടെന്ന് പറ. ആ, നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. പോട്ടെ, സാറിന് ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ? കുമാര, നിന്നെ അന്വേഷിച്ച് മുതലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ. ചെറ്റെ, അവന്റെ ഒരു രാജാപ്പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മുതലാളി, ഞാനത് അവിടെ. എടാ, ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് ഇപ്പൊ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ വന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാന്ന് എന്നിട്ട് നീ തോന്നിയാസം കാണിക്കുന്നത്? അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം. അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടുതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര, കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. അബ്ദുക്ക, ആരി കുമാരൻ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ, അല്ല രണ്ടാക്കും ചായ തന്നെയല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താന്ന് ചേർത്തോളി, എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ബച്ചോപ്പ് നമ്മളതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ. ഇരിക്കി മോനെ, കടിയെടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിലേക്ക് അല്ലേ ഞാൻ മോലാളി വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മോലാളിയെ കണ്ട് ലീവ് എടുത്തേച്ചു വരാം. നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേഗം വന്നം. വിട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല. ലീവ് ഒന്ന് നീട്ടി കിട്ടിയില്ല. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല.
നിന്നെ ഇനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി ആ മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് മുതലാളി! നാടകം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും റേഷൻ കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര വിശ്വംബര, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ളൊരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന് അതിനും അളിഞ്ഞു നാറിയ റേഷനരി വാരുന്നത്? നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. പണി എടുക്കല്ല, മറ്റുള്ളവർക്ക് പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോ. വീടി പറഞ്ഞിട്ടാ പോലെ ശകുന്തള വന്നേ, നമ്മളെ ശകുന്തള വന്നേ, പാപ്പച്ച ശകുന്തള വന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പീടി, സൗന്ദര്യക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര്യ ഞാൻ കാത്തിരിക്കാൻ മോളെ, നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മ മോള് ഇവിടെ കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നമുക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ അയ്യേ പതാ 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 പതാ. പോയാ ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്കേ. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ എന്റെ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൊടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് പേർക്കുണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാൽ അത് വൈറ്റ് വാഷ് ചെയ്തൊന്നല്ല, ഈറ്റകളും നക്ക കണക്കെഴുതി വെച്ചാണ് ഞാനേ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി. പാലെടുത്ത് കുടിക്കേ. ഏടാ കുമാര വായി നോക്കിക്കണ്ട, പ്ലേറ്റേക്ക് 2 പയർത്ത് കൊടുക്കേ. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ? പോടി. ഏതാ തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ 1 മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവിടോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് വെറുക്കും. അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട നീ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള, സൗന്ദര്യ പയം കൊടുക്കാൻ വേണ്ടി ഈ എന്നെ നിന്നാണ് നമുക്ക്. അതും 2 പയർക്കാൻ വേണ്ടി എടുത്താ പിന്നെ കൊല ഇങ്ങോട്ട് എടുത്തോളാം. പോട് ഞാൻ എടുത്ത് കൊടുത്തോളാം. മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയണത്. ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത്, നിന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വാരിയതാ കോഴിക്ക് കൊടുക്കാൻ. ആ പൊടി വാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞിയും വെക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യര് കേൾക്കട്ടെടി കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്തത് കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പഞ്ചസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. പൊക്കോ. ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ? അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്ക്. ചെല്ലേ. എവിടെ പോയി കിടക്കും സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല വിശ്വംഭരന. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട് കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്നവന്റെ മുട്ടുകാലി തല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്നിവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നമില്ല. ഇനി നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജ കുട്ടി പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്.
എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവിടെ താമസ സൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയോ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ഏയ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണ കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാടാ അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അഴിഞ്ഞാടിയ നിന്റെ മുട്ടി ഞാൻ പിടിക്കുക കയറ്. പിടിക്കടാ, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം. ഈ പശുവിന്റെ കാലിന്